ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊരു വിശേഷം? 2 ദിവസം കൊണ്ട് എനിക്ക് തിരക്കും കാര്യമൊക്കെ ആയിരുന്നു. ഇന്നലൊക്കെ അമ്പലത്തിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മീനിൻ്റെ നാൾക്കെടുത്ത് വെച്ചതിൻ്റെ ബാക്കി മീനിൻ്റെ ഇതുമായിട്ട് വന്നത്. മീൻ കണ്ടിച്ച് ക്ലീനാക്കി കൊണ്ടുവന്ന്. ഇതെൻ്റെ മണ്ടയാണ്, ഉണ്ട്. അതിൻ്റെ പരുവാണത് കേട്ടോ. ഞാൻ കുറച്ച് അരപ്പ് പുരട്ടി വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് കേട്ടോ. അരപ്പ് പുരട്ടി തേങ്ങ ഇട്ടിട്ടാണ് ഒരിച്ചിരി ഇഞ്ചിയും കൂടെ ഇട്ട് തേങ്ങ ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. ഇന്ന് പുളിയും മുളകും വയ്ക്കേണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് എരിയുള്ള മുളക് പൊടി 1 അരണ്ടി ഇട്ട് കൊടുക്കും. ആണ് ഉലുവാപ്പൊടി, 2 അരണ്ടി മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇച്ചിരി കൂടുതലാണ് ഇടുന്നത് കേട്ടോ. എല്ലാത്തിലും നല്ലോണം മഞ്ഞൾ വേണമെന്ന് പറഞ്ഞു. ഇനി എരിയറിഞ്ഞ മുളക് പൊടി. ഇത് എരിയറിഞ്ഞ മുളക് പൊടിയാണ്. 3 അരണ്ടി ഇട്ട്. ഇവിടെ എരിയൊക്കെ നല്ലോണം വേണം, അതുകൊണ്ട് ഞാൻ ഇട്ട്. ഇനി നമുക്ക് 5-6 ഉള്ളി തൊലിക്കാം. ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉണ്ട്, ഇത്ര പുളി ഉണ്ട്. ഞാൻ ഇതിനകത്ത് ഇട്ടാണ് ഈ പുളി പിഴിഞ്ഞൊഴിക്കുന്നതിനെക്കാട്ടിലും നല്ല വൃത്തിയുള്ള പുളിയാണ്. അതുകൊണ്ട് ഇട്ടതും കുരുവൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഇട്ട് അരയ്ക്കും. പിന്നെ അല്ലെങ്കിൽ ഞാൻ പിഴിഞ്ഞൊഴിക്കും. മറ്റേ കുടംപുളിയാണെങ്കിൽ അങ്ങനെ ഇടും. നമുക്ക് തക്കാളിക്ക് ഈ മുരിങ്ങയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. മറ്റേ ഞാൻ പുളിമുളകുമാണ് വയ്ക്കുന്നത്. എന്നിട്ട് തേങ്ങ അരച്ച് വയ്ക്കാണ്. തലയും കൂടെ ഉണ്ട്. തല ഇവിടുത്തെ അണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും തിന്നും. ഇവിടുത്തെ അമ്മ തിന്നത്തില്ല. നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. തിളക്കട്ടെ. ഇന്നലെ രാത്രി അച്ചാറിട്ട് വെച്ചാണ്. ഇനി കുപ്പിയിൽ കോരാൻ പോണ്. കുപ്പിയിൽ കോരിയിട്ട് കാണിക്കാം. മീൻ തിളച്ച് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതാണ് മീൻ കറി. വറ്റി. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ എല്ലാം ഇടുന്ന വീഡിയോയ്ക്കും ലൈക്ക് ചെയ്യണേ. പിന്നെ ബെൽ ബട്ടൺ അമർത്തണം. സപ്പോർട്ട് ചെയ്യണം എനിക്ക്.